എങ്കിലും ചില ആൾക്കാർ വിളിച്ചിട്ട് പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നു പോകുന്നത് എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ബിക്കോസ് യു ആർ സ്റ്റക്ക് ഇൻ എ പാറ്റേൺ. ഒരു പാറ്റേണിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക, അതിനെ ഇന്ററപ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 21 ഡേയ്സ് ഞാൻ പറയുന്ന ഈ കാര്യം കണ്ടിന്യൂ ചെയ്താൽ ഐ എം ഷുവർ എല്ലാവരും കമന്റ് ഒന്ന് കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് റിസൾട്ട്സ്, മാജിക്കൽ ആയിട്ട് റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അജു സന്തോഷ്, സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് കോച്ച് ആണ്, ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആണ്. അപ്പൊ 21 ഡേയ്സ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ ബട്ട് പവർഫുൾ. ഓക്കെ, എല്ലാവരുടെ ജീവിതത്തിൽ വർക്ക് ആവാത്ത അല്ലെങ്കിൽ നടക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഇപ്പൊ കറന്റ്ലി എന്താണ് നിങ്ങളുടെ ലൈഫിൽ വർക്കിംഗ് ആയിട്ടുള്ളത്, വർക്ക് ചെയ്തോടെ നടക്കുന്നത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൃത്യമായി ജേർണൽ ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ എന്താണ് എന്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്, എനിക്ക് ഇന്റർനെറ്റ് ഉണ്ട്, എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്ട് എവർ. എന്തൊക്കെ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് നിങ്ങൾക്കുണ്ടോ, ആസ് എ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ തരം പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടോ, എന്തുമാകാം. എന്തൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട് എന്നുള്ളതും എന്തൊക്കെ നിങ്ങൾക്ക് കറന്റ് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഡീറ്റെയിൽ എഴുതാം. എത്ര എഴുതുന്ന വെച്ചാൽ എത്ര വേണമെങ്കിലും എഴുതാം. 100, 200, 150, 10, 20 നമ്പേഴ്സ് പ്രത്യേക കൗണ്ട് ഒന്നുമില്ല. എത്ര നിങ്ങൾക്ക് കിട്ടുന്നു, എവറി ഡേ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. എനിക്ക് ഇതുണ്ട്, ഇങ്ങനെ കൃത്യമായി നമ്പർ ഇട്ടിട്ട് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കാം. ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ആൻഡ് 21 ഡേയ്സ്, ഒരു ദിവസം പോലും മുടക്കാതെ എഴുതി നോക്കൂ. 21st ഡേ ഇവിടെ വന്നിട്ട് കമന്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ ലൈഫിലെ റിസൾട്ട്. ട്രസ്റ്റ് മീ, നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിലും, സിറ്റുവേഷൻസിലും, നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരിലും ഓപ്പർച്യൂണിറ്റീസിലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ലൈഫിൽ എന്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു, കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു, ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവായ സിറ്റുവേഷൻ ഫീലിംഗ്സ് ആൾക്കാർ വരുമ്പോൾ അതിന് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ബിക്കോസ് നമ്മളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റിവിറ്റി വരുമ്പോൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക് ആകും, ഭയങ്കര ഡെസ്പറേറ്റ് ആകും, ഇറിറ്റേറ്റഡ്, ഫ്രസ്ട്രേറ്റഡ് ആകും. എഗെയിൻ നമ്മൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്കാണ് പോകേണ്ടാവുക. എന്തൊക്കെ നെഗറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ, ആ ഒരു സിറ്റുവേഷനും ആ ഒരു ഫീലിങ്സിനും ഒരു പെർട്ടിക്കുലർ പേഴ്സണും വേണ്ടി താങ്ക്ഫുൾ ആയിട്ടിരിക്കാം, മനസ്സിൽ താങ്ക് യു പറയാന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ബിക്കോസ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മൾ എഗെയിൻ നെഗറ്റീവ് ഫ്രീക്വൻസിയിലേക്കോ നെഗറ്റീവ് ഇതിലേക്ക് പോകുന്നില്ല. നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നു, എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ താങ്ക്ഫുൾ ആയിട്ടും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നു, അതിൽ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, നമ്മുടെ സിറ്റുവേഷൻസിന് താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാൻ നമ്മളെ ശീലിപ്പിക്കുമ്പോൾ നമ്മൾ വരുന്ന ഓരോ ലെസൺസും, നമ്മൾക്ക് കിട്ടുന്ന ഓരോ സിറ്റുവേഷനും ഒരു ഒരു എന്താ പറയാ, നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതം നമ്മൾക്കെതിരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻസും, ഓരോ ഓപ്പർച്യൂണിറ്റീസും, ഓരോ എക്സ്പീരിയൻസുകളും എന്തൊക്കെയോ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗിലേക്ക് നമ്മളെ കൊണ്ട് ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് എന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, അതിന് എന്തോ ഒരു ലെസൺ നമ്മൾ തരാനുണ്ടാകും, അതിൽ നിന്ന് എന്തോ ഒരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ നമുക്ക് എടുക്കാനുണ്ടാകും എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ആകാനും പറ്റും. ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ഡോട്ട്സ് എല്ലാം കൂട്ടി വായിച്ചാൽ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും അതിനൊക്കെ ഒരു റിയൽ പർപ്പസ് ഉണ്ട്, ഒന്നും ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തൊരു കാര്യം, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആകണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഏത് രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാം. ചിലർ ഡയറി എഴുതുന്ന ശീലമുള്ള ആൾക്കാരെ എനിക്കറിയാം. അവര് ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. അതൊരു മോശം ശീലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അധികവും ഒരു ഡേയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. എന്താ പറ്റുന്നത്, എഗെയിൻ ഈ നെഗറ്റിവിറ്റിയാണ് മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ റിലാക്സ് ആവുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഒരുപാട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവുന്ന അവസ്ഥയിൽ ഫീലിങ്സ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ അവരെടുത്ത് ആ ഒരു ഇമോഷൻ സെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഴുതി വെക്കാൻ വേണ്ടി പറയാറുണ്ട്. എഴുതി വെച്ച് അതങ്ങനെ വായിച്ച ശേഷം പേപ്പർ കീറി കളയാൻ പറയാറുണ്ട്. പക്ഷേ
റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എവറി ഡേ ഇതൊരു ശീലമാക്കി മാറ്റും എന്നാന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കൂടുതൽ നിങ്ങളുടെ മൈൻഡ് ആദ്യം നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യും. അതാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ എന്ത് ലൈഫിലേക്കാണോ നിങ്ങൾ ഡിസയർ ചെയ്യുന്ന, നിങ്ങൾ എയിം ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ, ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെ പറ്റിയാണ് എഴുതേണ്ടത്. ഇതിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജീവിക്കാൻ നെക്സ്റ്റ് 5 years എവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് 1 year എവിടെ ആയിരിക്കണം, ആ ഒരു ഡ്രീം ലൈഫ് ലീഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഫിസിക് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്തായിരിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏത് പൊസിഷനിലായിരുന്നു ഉണ്ടാവേണ്ടത്, ഇത്തരം കാര്യങ്ങളെ പറ്റി തിങ്ക് ചെയ്യുക, എഴുതുക. ഇതാണ് ചെയ്യേണ്ട അടുത്തൊരു കാര്യം. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ ഇമോഷൻസും ഒരു തരം പാറ്റേൺ ആണെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് പോകും തോറും ആ ഒരു ഇമോഷൻസ് തന്നെ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനെ ഇന്ററപ്റ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, പുതിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഇമോഷൻസിന് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ എഗെയിൻ പറയുന്നു, നമ്മള് ഒരു ഫ്രീ ഹീലിംഗ് സെഷൻസ് നമ്മൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഹീലിംഗ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കും. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരുന്ന സമയത്ത് അനൗൺസ് ചെയ്യും. ഹീലിംഗ് സെഷന്റെ ഭാഗമാകുക. നമ്മുടെ കൂടെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസിന് വെന്റൗട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആ ഒരു സെഷന്റെ ഭാഗമാക്കുക. അതിനുവേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ട്, കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.